ഇറാൻ യുദ്ധരംഗത്ത് യുഎസിന്റെ അഭിമാനമായ USS എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണല്ലോ. സാധാരണ ഒരു യുദ്ധക്കപ്പൽ ചർച്ചയാകുന്ന രീതിയിലല്ല എബ്രഹാം ലിങ്കൺ ചർച്ചയാകുന്നത്. അമേരിക്കയ്ക്കാകെ തന്നെ നാണക്കേടും കളങ്കവും ഉണ്ടാക്കുന്ന രീതിയിലാണ് എബ്രഹാം ലിങ്കണിനെ കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഒരു യുദ്ധക്കപ്പലിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ വിന്യാസത്തിലാണ് എബ്രഹാം ലിങ്കൺ ഇപ്പോൾ. 9 മാസമായി കടലിൽ കഴിയുന്ന കപ്പലിലെ നാവികരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ നാവികർ ജീവനൊടുക്കാൻ ശ്രമിച്ചതായും ചിലർ പരസ്പരം ആക്രമിച്ചു മരിച്ചതായുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാടു കാണാതെ, വീടു കാണാതെ, കുടുംബത്തെ കാണാതെ, കര പോലും കാണാതെ 9 മാസമായി കടലിൽ കഴിയുന്ന അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കപ്പലിൻ്റെ നിർത്താതെയുള്ള ഉച്ചത്തിലുള്ള ശബ്ദം, വിമാനങ്ങൾ എപ്പോഴും ലാൻഡ് ചെയ്യുകയോ പറന്നുയരുകയോ ചെയ്യും, തോക്കുകൾ എപ്പോഴും വെടിയുതിർത്തുകൊണ്ടിരിക്കും. ഈ കോലാഹലങ്ങൾക്കിടയിൽ 9 മാസമായി 24 മണിക്കൂറും കഴിയുന്ന മനുഷ്യരാണവർ. ആ മനുഷ്യരുടെ അകക്കാമ്പിലെ സമ്മർദ്ദം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കപ്പലിൻ്റെ സേനാവിന്യാസത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരും നല്ല ഉത്സാഹത്തിലായിരിക്കും. പോകെ പോകെ വിമാനത്തിൻ്റെയും കപ്പലിൻ്റെയും ശബ്ദങ്ങളും വെടിയൊച്ചകളും അവരെ മടുപ്പിച്ചു തുടങ്ങും. ഇതൊന്നും പോരാഞ്ഞ് കപ്പലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി മോശമായാലോ? അതാണ് എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിൽ ഇപ്പോൾ നടക്കുന്നത്. ഭക്ഷണക്ഷാമം, ശുചിമുറിയുടെ അപര്യാപ്തത, ശുചിമുറിയുടെ തകരാറുകൾ, ഇതിനെല്ലാം പുറമെ മാനസികവും ശാരീരികവുമായ തളർച്ച, ഇവയെല്ലാം കൊണ്ട് വലയുകയാണ് എബ്രഹാം ലിങ്കണിലെ നാവികരെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അപ്പോഴും ഇതൊന്നും ചെവിക്കൊള്ളാനോ പരാതികൾ സമ്മതിക്കാനോ US ഭരണകൂടം തയ്യാറാകുന്നില്ല. എല്ലാം കെട്ടുകഥയാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറയുന്നത്. കപ്പലിലെ താഴെ ഡെക്കിൽ ജോലി ചെയ്യുന്ന പല ക്രൂ അംഗങ്ങളും അവിടെയുള്ള ജോലികൾ കാരണം മുകളിലെ ഡെക്ക് സന്ദർശിക്കാൻ പോലും അവസരം ലഭിക്കാത്തവരാണ്. ആകാശം പോലും കാണാതെ, വെളിച്ചം കാണാതെ ജോലി ചെയ്യേണ്ടി വരുന്ന നാവികരുടെ മാനസികാവസ്ഥ അതിഭീകരമായിരിക്കും. പക്ഷേ ഈ സൈനികർക്ക് ആകാശം കാണാതെ വളരെ നേരം, വളരെ ദൂരം, വളരെ കാലം മുന്നോട്ട് പോകാൻ കഴിയും. ആകാശവും വെളിച്ചവും കാണാതെ തുടർച്ചയായി ജോലി ചെയ്ത് അവർ ആ അന്തരീക്ഷത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ബിഗ് ബ്രദർ എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തെ ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ ജോണി ബെർണൽ എന്നു പേരുള്ള ഒരു മുതിർന്ന US നേവി ഫോട്ടോഗ്രാഫറുണ്ട്. 2001 US അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ യുദ്ധമുഖത്തുണ്ടായിരുന്ന USS കോൾ വിൻസൺ എന്ന യുദ്ധക്കപ്പലിൽ ഫോട്ടോഗ്രാഫറായി ബെർണലും സേവനമനുഷ്ഠിച്ചിരുന്നു. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി വരുന്നതിനു മുൻപുള്ള കാലഘട്ടമായിരുന്നു അതെന്നോർക്കണം. 111 ദിവസം കടലിലുണ്ടായിരുന്ന ആ കപ്പലിൽ നാവികർക്കൊപ്പം അദ്ദേഹവും ഉണ്ടായിരുന്നു. അന്നത്തെ നാവികരുടെ ചില മാനസികാവസ്ഥകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നാവിക ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ബെർണൽ കപ്പലിലെ ജീവനക്കാരെ മുഴുവൻ സന്ദർശിക്കാൻ അനുവാദം നേടിയെടുത്തിരുന്നു. മിക്ക നാവികരും കപ്പലിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ബെർണൽ എല്ലായിടത്തും എത്തി. തുടക്ക ദിവസങ്ങളിൽ സൈനികർ അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവരുടെ ചിത്രമെടുക്കാൻ പലപ്പോഴും വലിയ ഉത്സാഹത്തിലായിരുന്നു. പക്ഷേ പോകെ പോകെ സ്ഥിതി മാറി തുടങ്ങി. വിന്യാസം 3 മാസത്തിലധികം നീണ്ടപ്പോൾ ജീവനക്കാരുടെ ആവേശവും ഊർജവും മങ്ങി. അവർക്കിടയിൽ ഒരു മാറ്റം ബെർണൽ കണ്ടു. ഒരു ഘട്ടത്തിൽ കപ്പൽ യാത്രക്കാരുടെ കണ്ണുകളിൽ ഒരു തരം നിർജീവത കാണാമായിരുന്നുവെന്നാണ് ബെർണൽ അന്നത്തെ സംഭവം ഓർത്തെടുത്തുകൊണ്ട് പറയുന്നത്. അന്നത്തെ അതേ മാനസികാവസ്ഥയാണ് അദ്ദേഹം ഇന്ന് എബ്രഹാം ലിങ്കണിലെ നാവികർക്കും തൻ്റെ മനസ്സിൽ കാണുന്നത്.
കോൾവിൻസണിലെ സൈനിക വിന്യാസത്തിന്റെ ഇരട്ടിയിലധികമാണ് ഇപ്പോൾ എബ്രഹാം ലിങ്കണിന്റെ സൈനിക വിന്യാസം ദീർഘിച്ചിരിക്കുന്നത്. ഇത് നാവികരുടെ മാനസിക നിലയെ ദുർബലമാക്കിയിട്ടുണ്ട്. ചില നാവികർ കടലിൽ ചാടി മരിക്കാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് കപ്പലിൽ നാവികർ പരസ്പരം ആക്രമിച്ചെന്നും 7 പേർ കൊല്ലപ്പെട്ടുവെന്നുമുള്ള ഒരു വാർത്ത ഇറാനിയൻ വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ചത്. കപ്പലിനെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് സൈനികോദ്യോഗസ്ഥരും കപ്പലിലെ നാവികരുടെ കുടുംബാംഗങ്ങളും ആവർത്തിച്ച് വാദിക്കുന്നുണ്ട്. മതിയായ ഭക്ഷണം പോലും ലഭിക്കാതെ പല നാവികരുടെയും ശരീരം ശോഷിച്ചതായും ക്ഷീണിച്ചതായും പറയപ്പെടുന്നു. പക്ഷേ ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും വിന്യാസം മതിയാകില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷേ എബ്രഹാം ലിങ്കണെ നാട്ടിലയക്കാൻ US മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു യുദ്ധക്കപ്പൽ വിന്യസിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അടുത്തയാഴ്ചയോടെ USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നതോടെ എബ്രഹാം ലിങ്കൺ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ജോർജ് വാഷിംഗ്ടണിനും മാനസികാരോഗ്യപരമായി വെല്ലുവിളികളുടെ ചില ചരിത്രങ്ങളുണ്ടെന്ന് മുൻകാല റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. 2022 വിർജീനിയയിലെ ഒരു തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കെ കപ്പലിലുണ്ടായിരുന്ന മരണങ്ങളുടെ പരമ്പര നാവികർ സ്വയം ജീവനൊടുക്കിയതാണെന്ന കണ്ടെത്തലുണ്ട്. ഈ കണ്ടെത്തൽ അതേക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണത്തിലേക്കടക്കം നയിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്.